നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പല രീതിയിലുള്ള കൊലപാതകങ്ങൾ വാർത്തകളിൽ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഒരു കൊലപാതകം നടത്തണമെങ്കിൽ ഇന്നത്തെ കാലത്ത് ആളുകൾ ഒരു ക്രിമിനൽ പശ്ചാത്തലം ഒന്നും തന്നെ ഇല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകളാണ് പല ക്രൂരകൃത്യങ്ങളിലും ഉൾപ്പെടുന്നത്. അവസാന നിമിഷമടക്കം ചിലപ്പോൾ കൊലപാതകത്തിൽ ഒരു ട്വിസ്റ്റോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു തെളിവോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്കൊക്കെ എത്തുന്നത് സാധാരണമാണ്. അത് പലതും നമ്മൾ സിനിമകളിലൊക്കെ തന്നെ കണ്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ തന്നെയാണ് നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു പക്ഷേ വലിയ രീതിയിലുള്ള വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ലോകപരിചയമോ ഒന്നും തന്നെ വേണമെന്നുമില്ല. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം പീരുമേടിന് സമീപം സീത എന്ന് പറയുന്ന ഒരു യുവതി മരിച്ച വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കാട്ടാനയുടെ ആക്രമണത്തിലാണ് തന്റെ ഭാര്യ മരിച്ചതെന്നായിരുന്നു ഭർത്താവ് തുടക്കം മുതൽ തന്നെ പറഞ്ഞു വന്നിരുന്നത്. എന്നാൽ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയപ്പോഴും അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയപ്പോഴും ആ ഒരു മരണം അത് കാട്ടാന ആക്രമണമല്ല, അതൊരു കൊലപാതകം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. അതാണ് അക്ഷരാർത്ഥത്തിൽ ആ നാട്ടുകാരെയും അതുപോലെ തന്നെ അന്വേഷണ സംഘങ്ങളെല്ലാം തന്നെ ഒരുപോലെ ഞെട്ടിച്ചിരിക്കുന്നത്. പീരുമേടിന് സമീപം സീത എന്ന് പറയുന്ന യുവതി മരിച്ചത് കാട്ടാന ആക്രമണത്തിലല്ല, അതൊരു കൊലപാതകമായിരുന്നു. തലയ്ക്കും നാഭിക്കുമേറ്റ ക്രൂരമർദ്ദനമാണ് സീതയുടെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇതോടെ സീതയെ കൊന്ന കൊമ്പൻ ഭർത്താവ് ബിനു ആണെന്നും നിഗമനത്തിലെത്തി. സാധാരണ കുറച്ച് മാസങ്ങളായിട്ട് കാട്ടാന ആക്രമണവും അതുപോലെ തന്നെ മൃഗങ്ങളുടെ വന്യമൃഗശല്യങ്ങളൊക്കെ തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകളാണ് ഇത്തരത്തിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് മരിക്കുന്നത്. സർക്കാരിനെതിരെ അടക്കം വനവകുപ്പിനെതിരെ അടക്കം വലിയ രീതിയിലുള്ള വിമർശനവും പ്രതിഷേധവും ഒക്കെ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണിത്. ഇതോടുകൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കാട്ടാന ആക്രമണം, അത് തന്റെ ഭാര്യയെ കൊന്ന് അത് കാട്ടാന ആക്രമണമാണെന്ന് വരുത്തി തീർക്കാമെന്ന് ഈ പറയുന്ന ഭർത്താവായിട്ടുള്ള ബിനു കരുതിയത്. കാട്ടാനയാണ് ആക്രമിച്ചതെന്ന് ബിനു ആയിരുന്നു പൊതുസമൂഹത്തെ അറിയിച്ചത്. എന്നാൽ കാട്ടാന ആക്രമണത്തിന് ഇരയായതിന്റെ ലക്ഷണമൊന്നും തന്നെ സീതയുടെ ദേഹത്തില്ല. വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിൽ പോയപ്പോഴായിരുന്നു സീതയുടെ മരണം സംഭവിച്ചത്. വനത്തിനുള്ളിൽ മീൻമുട്ടി എന്ന സ്ഥലത്ത് വെച്ച് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം നടന്നത്. പീരുമേടിന് സമീപം കാട്ടാന ആക്രമണത്തിൽ ഭാര്യ മരിച്ചെന്ന ഭർത്താവിന്റെ വാദം പൊളിച്ചത് സ്വന്തം കുട്ടികളുടെ മൊഴി തന്നെയാണെന്നാണ് സൂചനകൾ. സീത എന്ന സ്ത്രീയാണ് മരിച്ചത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിൽ പോയപ്പോൾ കാട്ടാന ആക്രമിച്ചു, പിന്നാലെ തന്നെ മരണപ്പെട്ടു എന്നാണ് ഭർത്താവായിട്ടുള്ള ബിനു കെട്ടിച്ചമച്ച കഥ നാട്ടുകാരോടും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ തന്നെ പറഞ്ഞത്. വനത്തിനുള്ളിൽ വെച്ചാണ് കാട്ടാന തങ്ങളെ ആക്രമിച്ചതെന്നും ബിനു പറഞ്ഞു. സംഭവത്തിൽ പോലീസിന് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു. പിന്നീട് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെയാണ് കൊലപാതകം എന്ന് സ്ഥിരീകരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഇവരുടെ 2 മക്കൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടുവെന്നും ബിനു പറഞ്ഞിരുന്നു. ഒന്നിലേറെ കാട്ടാനകൾ ഉണ്ടായിരുന്നെന്നും അതിലൊരു കൊമ്പൻ സീതയെ തട്ടി എറിയുകയായിരുന്നെന്നാണ് ബിനു പറഞ്ഞത്. രക്ഷിക്കാൻ ശ്രമം നടത്തിയെങ്കിലും സാധിച്ചില്ല. ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് സീത മരിച്ചതെന്നും ബിനു വിശദീകരിച്ചു. കുടുംബമാണ് ആദ്യം മുന്നോട്ടു പോയത്. പോകുന്ന വഴിക്ക് ആന ഇറങ്ങി വന്നു, സീതയെ തട്ടി എറിയുകയായിരുന്നു. ഒരാനയാണ് ഉണ്ടായിരുന്നത്, വേറെ ഉണ്ടായിരുന്നു എന്ന് അറിയില്ല. ഒരു കൊമ്പനാനയാണ് അവിടെ പമ്മി നിന്നത്. ഞാനും ഭാര്യയും 2 കുട്ടികളുമാണ് വനത്തിലേക്ക് പോയത്. അവർക്ക് പരിക്കുകളൊന്നുമില്ല. അവർ ആനയെ കണ്ടത് മാത്രമേ ഉള്ളൂ. ആന എന്നെയും തട്ടിയെറിഞ്ഞു. എനിക്ക് ചെറിയ പരിക്കുകൾ ഏറ്റിട്ടുണ്ടെന്നാണ് ബിനു പറഞ്ഞത്. എന്നാൽ ഇതെല്ലാം തന്നെ പച്ചക്കള്ളമായിരുന്നു. കാട്ടുപത്രി, പുളി, തേൻ തുടങ്ങിയ വനവിഭവങ്ങൾ ശേഖരിക്കാനാണ് സീതയും ബിനുവും അതുപോലെ തന്നെ 2 മക്കളും 4 പേരും കൂടി കാടിനുള്ളിലേക്ക് പോയത്. രാവിലെ 9 മണിയോടെ ഇവർ അവരുടെ വാസസ്ഥലമായ തോട്ടാപുരയിൽ നിന്ന് കാട്ടിലേക്ക് പോയിരുന്നു. എന്നാൽ ബിനുവിനും സീതയ്ക്കും ഒപ്പമായിരുന്നില്ല കുട്ടികൾ പോയത്. അച്ഛനും അമ്മയും പോയതിനു ശേഷം ഏറെ വൈകിയാണ് അവർ പോയത്. പക്ഷെ അച്ഛന്റെയും അമ്മയുടെയും അടുത്ത് അവരുണ്ടായിരുന്നു. സീതയുടെ കൊലപാതകം മറയ്ക്കാനായി ബിനു തന്ത്രപരമായി കുട്ടികളെയും ഉപയോഗിക്കുകയായിരുന്നു. സീതയെ കാട്ടിനുള്ളിൽ വെച്ച് കൊന്ന് കഥ മെനഞ്ഞു. പക്ഷേ തങ്ങളെ ആന ആക്രമിച്ചില്ലെന്ന് പോലീസിനോട് കുട്ടികൾ പറഞ്ഞത്. ഇതിനൊപ്പം പോസ്റ്റ്മോർട്ടത്തിലെ സൂചനകളുമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. കാട്ടാന ആക്രമണത്തിന്റെ ലക്ഷണങ്ങൾ കാണുന്നില്ലെന്ന് ഫോറൻസിക് സർജൻ നൽകുന്ന പ്രാഥമിക സൂചന.
പീരുമേട് താലൂക്ക് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിലാണ് വിവരങ്ങൾ പുറത്തുവന്നത്. സീതയുടെ തലയ്ക്കും നെഞ്ചിനും പരിക്കുണ്ടായിരുന്നു. ഗോത്രവിഭാഗത്തിൽപ്പെട്ടവരാണ് ബിനുവും കുടുംബവും. വനവിഭവം ശേഖരിക്കുന്നതിനിടെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായെന്ന് ബിനുവാണ് പോലീസിനോട് പറഞ്ഞത്. തോട്ടപ്പുരയിൽ നിന്ന് 3.5 കിലോമീറ്റർ അകലെ മീൻമുട്ടിക്ക് സമീപം വനത്തിലാണ് കൊമ്പനാനയുടെ ആക്രമണം ഉണ്ടായതെന്ന് പറഞ്ഞത്. ഇന്നലെ ഉച്ചയ്ക്ക് 2-നാണ് സംഭവമെന്നും അതിനിടെ കാട്ടുപൊന്തയുടെ മറവിൽ നിന്നിരുന്ന ആനയുടെ മുന്നിൽ ഇരുവരും പെടുകയായിരുന്നെന്നും ബിനു മൊഴി നൽകിയിരുന്നു. ഇതൊന്നും തന്നെ പക്ഷേ കുട്ടികൾ കണ്ടിരുന്നില്ല. മുന്നിൽ നടന്നിരുന്ന സീതയെ ആന തുമ്പിക്കൈ കൊണ്ട് എടുത്തെറിഞ്ഞെന്നും മൊഴിയിലുണ്ടായിരുന്നു. എന്നാൽ അതിന്റെ ലക്ഷണങ്ങളൊന്നും തന്നെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. ബന്ധുക്കളെ ബിനുവിന്റെ മക്കൾ ഫോൺ വിളിച്ചാണ് അപകട വിവരം അറിയിച്ചത്. ബിനു വനവകുപ്പിന്റെ താൽക്കാലിക ജീവനക്കാരനാണ്. ഇയാൾ സംഭവം വനപാലകരെയും അറിയിച്ചിട്ടുണ്ട്. തുടർന്ന് ബന്ധുക്കളും വനപാലകരും കാടിനുള്ളിൽ പോയാണ് പരിക്കേറ്റ ഇരുവരെയും പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. കുട്ടികളെ കൊണ്ട് ഫോൺ വിളിപ്പിച്ചതെല്ലാം ബിനുവിന്റെ തന്ത്രമായിരുന്നു. ജനവാസ മേഖലയിൽ ഇറങ്ങി ആക്രമണം നടത്താറുള്ള ആനയാണ് സീതയ്ക്ക് നേരെയും ആക്രമണം നടത്തിയതെന്ന് ബിനു നാട്ടുകാരോടും പറഞ്ഞു. സംഭവത്തിൽ പ്രതിഷേധിച്ച് CPM പ്രവർത്തകർ കളക്ടറേറ്റ് മാർച്ചും നടത്തിയിരുന്നു. ദേശീയപാത ഉപരോധിക്കാൻ ശ്രമം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം രാവിലെ ഇൻക്വസ്റ്റ് നടന്നത്. അപ്പോൾ തന്നെ ആനയാക്രമണമല്ല നടന്നതെന്ന് പോലീസിന് മനസ്സിലായി. എന്നാൽ ബിനുവിനോട് പറഞ്ഞില്ല. പക്ഷെ ബിനുവിനെ നിരീക്ഷണത്തിലുമാക്കി. പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് വന്നതോടെയാണ് ബിനുവിനെ കസ്റ്റഡിയിലെടുത്തത്. തോട്ടപ്പുര ഭാഗത്ത് താമസിച്ചിരുന്ന സീതയാണ് കൊല്ലപ്പെട്ടത്. വന്യമൃഗ ആക്രമണ ലക്ഷണമൊന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയില്ല. മാത്രമല്ല അതിക്രൂരമായി ശരീരത്തിൽ അവർക്ക് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. തല പലതവണ പരിക്കൻ പ്രതലത്തിൽ ഇടിപ്പിച്ചു എന്ന് കണ്ടെത്തി. വലതുഭാഗവും ഇടതുഭാഗവും ഇടിപ്പിച്ചിട്ടുണ്ട്. മരത്തിലാകാനാണ് സാധ്യത. തലയ്ക്ക് പുറകിൽ വീണ പാടുണ്ട്. മുഖത്തും കഴുത്തിലും മൽപ്പിടുത്തം നടന്ന പാടുകളുണ്ട്. കഴുത്തിന് ശക്തിയായി അമർത്തി പിടിച്ചിട്ടുണ്ട്. 2 കൈകൊണ്ടും അടിച്ചിട്ടുമുണ്ട്. മുൻപിൽ നിന്നാണ് ആക്രമണം നടത്തിയത്. താഴേക്ക് ശക്തിയായി പാറയിലേക്ക് മലർന്നു വീണിട്ടുണ്ട്. ചെറിയ ദൂരം കാലിൽ പിടിച്ച് വലിച്ചിഴക്കപ്പെട്ടിട്ടുണ്ട്. ഇടതുവശത്തെ 7 വാരിയലുകളും വലതുവശത്തെ 6 വാരിയലുകളും പൊട്ടിയിട്ടുണ്ട്. 3 ശ്വാസകോശത്തിൽ കയറി. നാഭിക്ക് തൊഴി കിട്ടിയിട്ടുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. അതായത് ഇത്രയും ക്രൂരമായിട്ട് സീത എന്ന് പറയുന്ന തന്റെ സ്വന്തം ഭാര്യയെ ആക്രമിച്ചിട്ട് അത് കാട്ടാന ആക്രമണമാണ് എന്ന് വരുത്തി തീർക്കാനാണ് ബിനു ശ്രമിച്ചത്. മരണത്തിന് മുൻപ് അതിക്രൂരമായിട്ടുള്ള മർദ്ദനത്തിനാണ് സീത വിധേയമായിട്ടുള്ളതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നടക്കം ലഭിക്കുന്ന സൂചനകൾ. ഇതെല്ലാം കൊലപാതകത്തിന് തെളിവായി മാറിയിട്ടുണ്ട്. ഒരിക്കലും ഒരു ആന ആക്രമിച്ച രീതിയിലുള്ള പരിക്കുകളൊന്നും തന്നെയല്ല സീതയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. ഇത് ഒരു മനുഷ്യന്റെ കൈകൾ കൊണ്ട് ഉണ്ടാകുന്ന ആക്രമണത്തിന്റെ പരിക്കുകളും മുറിവുകളുമാണ് സീതയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. ബിനുവിന്റെ കാട്ടാന കഥയും അങ്ങനെ പൊളിഞ്ഞിരിക്കുകയാണ്. തനിക്കും കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റെന്ന് പറഞ്ഞ് ബിനു ആശുപത്രിയിൽ ചികിത്സയ്ക്കും ശ്രമിച്ചിരുന്നു. എന്നാൽ ബിനുവിന്റെ ദേഹത്ത് കാട്ടാന ആക്രമണത്തിന്റെ പരിക്കൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇക്കാര്യം ഡോക്ടർമാരിൽ നിന്നും പോലീസ് മനസ്സിലാക്കിയിരുന്നു. പിന്നാലെയാണ് ആക്രമണകാര്യം കുട്ടികളോട് ചോദിച്ചത്. അവരും ആനയെ കണ്ടില്ലെന്ന് പറഞ്ഞതോടെ ബിനു സംശയത്തിലാവുകയായിരുന്നു. വനവകുപ്പ് സീതയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പണം തിങ്കളാഴ്ച കൈമാറുമെന്നും വനവകുപ്പ് അറിയിച്ചിരുന്നു. ഇതോടെ ആ പണം വാങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ബിനു. കഴിഞ്ഞ ദിവസം രാവിലെ വണ്ടിപ്പെരിയാറിലും കാട്ടാന ആക്രമണം നടന്നിരുന്നു. ബദൽ പ്ലാന്റേഷൻ മൗണ്ട് എസ്റ്റേറ്റിൽ തൊഴിലാളികൾക്ക് നേരെ ആന ആക്രമണം നടത്തി. അന്തോണി സ്വാമി എന്ന തൊഴിലാളിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ സംഭവം അടക്കം മനസ്സിൽ വെച്ചാണ് ഭാര്യയെ കൊന്ന് കുറ്റം കാട്ടാനയുടെ പുറത്ത് ബിനു ചാരാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇനി എന്താണ് ഇതിന് പിന്നിൽ പ്രേരിപ്പിച്ച കാരണം എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ വ്യക്തത വന്നിട്ടില്ല. ബിനുവിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യലിൽ നിന്ന് മാത്രമായിരിക്കും എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഭാര്യയെ കൊല്ലാനുള്ള കാരണം എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തത വരികയുള്ളൂ. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള നഷ്ടപരിഹാര തുക തട്ടിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ ഭാര്യയെ കൊന്നത് എന്നുള്ളതിനെ കുറിച്ചും പോലീസ് ഒരു നിഗമനം പറയുന്നുണ്ട്. ഏതായാലും കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്ന് മാത്രമായിരിക്കും എന്താണ് ഇതിന് പിന്നിൽ പ്രേരിപ്പിച്ചിട്ടുള്ള കാരണം എന്നതിനെ കുറിച്ച് വ്യക്തത വരികയുള്ളൂ. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരു ഹണിമൂൺ മർഡർ നടന്നതും രാജ്യം മുഴുവൻ ചർച്ച ചെയ്തതാണ്. ഒരുമിച്ച് ഭാര്യയും ഭർത്താവും കൂടി ഹണിമൂണിന് പോയതാണ്. പിന്നീട് ഭർത്താവിനെ ഇരുവരെയും കാണാതാവുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഭർത്താവിന്റെ മൃതശരീരം ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തുന്നു. ഭാര്യ എപ്പോഴും കണ്ടെത്തിയിട്ടില്ല. ആദ്യം കരുതിയത് ആരെങ്കിലും അക്രമ സംഘങ്ങൾ തട്ടിക്കൊണ്ടു പോയതാണോ എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയിരുന്നത്. പിന്നീടാണ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന വധു വന്ന് പോലീസിൽ കീഴടങ്ങിയത്. മുൻ കാമുകനോടൊപ്പം തന്നെ ജീവിക്കാനാണ് ഭർത്താവിനെ വകവരുത്തിയതെന്നും അതിന് താൻ ശ്രമിച്ചതെന്നുമാണ് പിന്നീട് മൊഴി നൽകിയത്. ഏതായാലും ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള കൊലപാതകങ്ങളാണ് നടക്കുന്നത്. നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള രീതിയിൽ അതിക്രൂരമായിട്ടുള്ള കൊലപാതക വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇന്ന് ധാരാളമാണ്. അതിന്റെ നിരക്കും വർദ്ധിച്ചിരിക്കുകയാണ്.